നമുക്ക് പലർക്കും വളരെ തിരക്കിട്ട ദിവസമാണ്. 31-ാം തീയതി തന്നെ തിരക്ക് തുടങ്ങും. കാരണം പിറ്റേന്നുള്ള കസവ് സാരിയൊക്കെ എടുത്ത് വയ്ക്കുക എന്നുള്ള ജോലിയൊക്കെ വലിയ ജോലിയാണ്. അപ്പോൾ ഈ കസവ് സാരിയിലും മുണ്ടിലും മലയാള ദിനാഘോഷത്തെ ഒതുക്കുക എന്ന ഒരു വളരെ ലളിതമായ ഒരു ചടങ്ങായി നമ്മൾ ഇതിനെ മാറ്റിയിട്ട് കുറേ കാലമായി. ഞാൻ സാധാരണ നവംബർ 1-ന് ഈ മുണ്ടുടുപ്പില്ല. ഇന്ന് പിന്നെ പെട്ടെന്നിറങ്ങാൻ വേണ്ടി എടുത്ത് കൊടുത്തതേ ഉള്ളൂ. ഞാൻ പണ്ട് അങ്ങനെ സെക്രട്ടേറിയറ്റിലുള്ളപ്പോൾ ആൾ സാറെന്താ മുണ്ടെടുക്കാത്തത്? ഞാൻ പറയല്ല, മുണ്ടെടുത്തപ്പോൾ എനിക്ക് ഭാഷാ സ്നേഹം കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുമായിരുന്നു. ഇന്നിപ്പോൾ ഞാനതൊന്ന് തെറ്റിച്ചു. ഞാൻ അതങ്ങനെ ലാഘവ ബുദ്ധിയോടുകൂടി പറഞ്ഞെങ്കിലും നമ്മുടെ ഒരു വേഷം, നമ്മുടെ വേഷങ്ങളും ആഹാര രീതികളും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ അതൊക്കെയാണെങ്കിലും എൻ്റെ കേരളീയത മാറിയിട്ടൊന്നുമില്ല എന്ന് സ്വയം ഓർമ്മപ്പെടുത്താനും, പീറ്റ്സ മാത്രമല്ല ഞാൻ പുട്ടും കൊഴുക്കട്ടയൊക്കെ കഴിക്കും എന്നും കൂടിയൊക്കെ ഓർമ്മപ്പെടുത്താനും ഒക്കെയുള്ള മാറ്റങ്ങളുടെ ഇടയിൽ ഞാൻ മാറാതെ നിൽക്കുന്ന ഒരു ഞാനുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനും കൂടിയിട്ടുള്ള ഒരു സാഹസികമായിട്ടുള്ള വേലയാണ് ഈ നവംബർ 1-ാം തീയതി പിന്നെ സെറ്റ് മുണ്ടുമൊക്കെ എടുത്ത് നമ്മൾ വരുന്നത്. അതിൽ തെറ്റൊന്നുമില്ല, ആകർഷകമായിരിക്കുന്നു എല്ലാവരും, അത് നല്ലത് തന്നെ. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്നല്ലേ കീറ്റ്സ് പറയുന്നത്, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യം നടക്കുകയില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ വേഷവിധാനത്തിലൊക്കെയുള്ള നമ്മുടെ കേരളീയത മതിയോ? കേരളം കേരളമായിക്കൊണ്ടിരിക്കുകയാണോ, മാറിക്കൊണ്ടിരിക്കുകയാണോ? സാധാരണഗതിയിൽ നവംബർ 1-ൻ്റെ പ്രഭാഷണത്തിലൊക്കെ നമ്മൾ മലയാള ഭാഷയിൽ നിന്ന് അകന്നു പോകുന്നു, നമ്മുടെ ഇംഗ്ലീഷ് ഉപയോഗം കൂടുന്നു, ഇംഗ്ലീഷിനോടുള്ള വിധേയത്വം കൂടുന്നു. LKG UKG ക്ലാസ്സുകളിൽ പോലും മലയാളം ആർക്കും വേണ്ട. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ തന്നെയാണ് ഇന്നിപ്പോൾ എല്ലാ സ്കൂളുകളിലും. പേരൻറ്റ് ടീച്ചർ അസോസിയേഷൻ പോലും ആവശ്യപ്പെടുന്നത് കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷിൻ്റെ നിലവാരം എവിടെ എത്തി എന്നുള്ളത് കേട്ടാൽ ഇംഗ്ലീഷുകാർ തന്നെ ഞെട്ടും. അതാണ് അവസ്ഥ. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഞാൻ ഏതായാലും ഇപ്രാവശ്യത്തെ പ്രഭാഷണത്തിൽ ഈ മലയാള ഭാഷയിൽ നിന്ന് അകന്നു പോകുന്ന മലയാളിയെ പറ്റിയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവരകലും. അങ്ങനെ അകലുന്ന സമയത്ത് മറ്റു ചിലത് കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രമേ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്ന് മലയാള ഭാഷാ ദിനമായി നാം ആചരിക്കുന്നത് ഐക്യ കേരളം പിറന്ന ദിവസം കൂടിയാണ്. 69 വർഷത്തിന് മുമ്പ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവയെല്ലാം സംയോജിച്ച് ഐക്യ കേരളം ഉണ്ടായ ദിവസമാണ്. ഐക്യ കേരളം രാഷ്ട്രീയ ഭൂപടത്തിൽ ഐക്യ കേരളമായെങ്കിലും അതിനും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പക്ഷേ കേരളം എന്ന് പറയുന്ന ഒരു വൈകാരിക ഏകകം, യൂണിറ്റ് നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നു. ആ വൈവിധ്യങ്ങൾക്കിടയിലും ഒരു കേരളം ഉണ്ടായി വന്നത് രാഷ്ട്രീയമായ ഐക്യമില്ലായിരുന്ന സമയത്ത്. കാരണം തിരുവിതാംകൂർ രാജാവും കൊച്ചി രാജാവും പിന്നെ മലബാറിൽ സാമൂതിരിയും ബ്രിട്ടീഷുകാരും എല്ലാവരും കൂടി രാഷ്ട്രീയമായിട്ട് നമ്മൾ വിഘടിച്ചു നിന്ന സമയത്തും വൈകാരികമായും സാംസ്കാരികമായും ഒരു കേരളം ഇവിടെ ഉണ്ടായിരുന്നു. ആ കേരളത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സാധുത കൂടി കൊടുത്തു എന്ന് മാത്രമാണ് ഈ ഐക്യ കേരള രൂപീകരണത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പൊരുൾ. അതിനുശേഷമാണ് നമ്മൾ കേരളം ഒന്ന് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് എന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ അത് ശരിയല്ല. അതിനു മുമ്പ് തന്നെ എഴുത്തച്ഛൻ അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂറിലല്ലല്ലോ ജനിച്ചത്. പിന്നെ ചെറുശ്ശേരിയും അവിടെ അല്ലല്ലോ ജനിച്ചത്. പൂന്താനം ഇവിടെ അല്ലല്ലോ ജനിച്ചത്. പിന്നെ ഓച്ചന്ത് മേനോനും ഇവിടെ തിരുവിതാംകൂറിലല്ല ജനിച്ചത്. അപ്പോൾ തിരുവിതാംകൂറാണ് കേരളം എന്ന് വിചാരിക്കുന്ന തിരുവിതാംകൂറുകാർക്ക് ഈ എഴുത്തച്ഛനൊക്കെ സ്വന്തമായത് എങ്ങനെയാണ്? കാരണം നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ സാഹിത്യം, നമ്മുടെ പാട്ട് സാഹിത്യം ഇതെല്ലാം നമ്മുടെ സ്വന്തമാണ്. നിങ്ങൾ സാമൂതിരിയുടെ കീഴിലായാലും കൊള്ളാം, തിരുവിതാംകൂറിലായാലും കൊള്ളാം, ഇതെല്ലാം ഒന്ന്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയമായിട്ടുള്ള വിഭിന്നതകൾക്കപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക കേരളം, ഒരു ഭാഷാ കേരളം, ഒരു വൈകാരിക കേരളം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. മലബാറുകാർക്ക് CV രാമൻപിള്ള അന്യമായി തീർന്നില്ലല്ലോ. തിരുവിതാംകൂറിലാണ് അദ്ദേഹം ജനിച്ചു എന്നുള്ളത് കൊണ്ട് കോഴിക്കോടുകാർ ഈ കേരളപ്പിറവിക്ക് മുമ്പ് CV രാമൻപിള്ളയെ വായിക്കാതിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭാഷാപരമായിട്ടുള്ള ഐക്യം ആണ് കേരളത്തെ നിലനിർത്തിയിട്ടുള്ളത്. ഇപ്പോഴും നിലനിർത്തുന്നതും അങ്ങനെ തന്നെ ആവണം. അതിൻ്റെ കൂടി രാഷ്ട്രീയമായിട്ടുള്ളൊരു സാധുത കൂടി വന്നു എന്നുള്ളതാണ് കേരളപ്പിറവിയുടെ പ്രത്യേകത. നമ്മൾ കേരളത്തെപ്പറ്റി പറയുമ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തെപ്പറ്റി പറയാതെ മുമ്പോട്ട് പോകാനേ സാധ്യമല്ല. നമ്മളെ അലട്ടേണ്ട ഒരു ചോദ്യം, ഇന്നത്തെ ഒരു ചോദ്യം, നമ്മൾ ഇന്നത്തെ കാര്യങ്ങളാണല്ലോ പറയേണ്ടത്, മറ്റത് ചരിത്ര ക്ലാസ്സുകളിൽ പറഞ്ഞാൽ മതി. ഇന്നത്തെ കേരളത്തിൽ നമ്മൾ നവോത്ഥാന നായകന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു നവോത്ഥാന കേരളമാണ് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിൽ ഈ നവോത്ഥാനത്തിൻ്റെ സ്പിരിറ്റ്, അതിൻ്റെ ചൈതന്യം ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിലുണ്ടോ എന്ന ഏറ്റവും വലിയ ചോദ്യമാണ് കേരളത്തെ
ഈ 69-ാം പിറന്നാൾ ദിവസം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാഷയോടുള്ള നമ്മുടെ ഉദാസീനതയൊക്കെ പ്രധാന പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം ഒരു അങ്ങേയറ്റം യാഥാസ്ഥിതികമായിരുന്ന ഒരു കേരളത്തെ പുരോഗമനാശയങ്ങളെ ആശ്ലേഷിക്കുന്ന ഒരു കേരളമാക്കി മാറ്റിയ നവോത്ഥാന ചൈതന്യം ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ മനസ്സുകളിൽ ആ ചൈതന്യം ഇപ്പോഴുണ്ടോ എന്ന ചോദ്യം സ്വയം ചോദിക്കാൻ ഈ കേരള പിറവി ആഘോഷവും ഭാഷാ ദിനാഘോഷവും നമ്മളെ പ്രേരിപ്പിക്കണം. കേരളമുള്ളത് കൊണ്ടാണല്ലോ ഭാഷ. അതുകൊണ്ട് കേരളത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ളൊരു കേരളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്? യാഥാസ്ഥിതികം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? യഥാതഥമായതിനെ നിലനിർത്താനുള്ള ആ ഒരു മനോഭാവത്തെയാണല്ലോ യാഥാസ്ഥിതികത എന്ന് നമ്മൾ പറയുന്നത്. യഥാതഥമായതിനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സ്റ്റേറ്റസ് കോ. എന്താണോ നിലനിൽക്കുന്നത് അത് അങ്ങനെ തന്നെ നിലനിർത്തി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്തയാണ് സ്റ്റേറ്റസ് കോ അഥവാ യാഥാസ്ഥിതികത എന്ന് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളോടൊന്നും എനിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുകയില്ല, ഇങ്ങനെ തന്നെ കാര്യങ്ങൾ പോകണം എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ. ഞാൻ ഈ ദൂരെ കൂട്ടി സൂചിപ്പിച്ച് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മലയാളികൾ ഇന്ന് ചില കാര്യങ്ങളിൽ അവനവൻ്റെ പ്രയോജനമുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ട് എങ്കിൽ പോലും അടിസ്ഥാനപരമായ പല മനോഭാവങ്ങളിലും നമ്മൾ നവോത്ഥാനത്തിൻ്റെ പാതയിൽ നിന്ന് പിന്നോക്കം സഞ്ചരിച്ച് യാഥാസ്ഥിതികതയുടെ ഭാഗമായി നമ്മുടെ മനസ്സുകൾ മാറിയോ എന്ന് ആത്മപരിശോധന ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ ജാതി, മതവിദ്വേഷം, മതസ്പർദ്ധ, ആളുകൾ തമ്മിലുള്ള ഉച്ചനീചത്വത്തിലുള്ള വിശ്വാസം തുടങ്ങി ഒരുപാട് കാര്യങ്ങളിലൊക്കെ തന്നെ കേരളം മാതൃകാപരമായ നേട്ടം കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിൽ, നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ഇടപെടലുകളിൽ, പൊതുജീവിതത്തിൻ്റെ ഇടങ്ങളിലൊക്കെ എൻ്റെ അടുത്തിരിക്കുന്നവൻ്റെ ജാതി എന്ത് എന്ന് ചിന്തിക്കാനുള്ള മൗഢ്യം മലയാളിക്കില്ല. നമുക്ക് ആ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചത് ആരാണ്? ഇന്ന് ഇന്ത്യ മുഴുവൻ അങ്ങനെയുള്ളൊരവസ്ഥയാണ് എന്ന് നമുക്ക് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് മൗഢ്യമാണ് എന്നുകൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. കാരണം ഇന്ത്യ മുമ്പോട്ടാണോ സഞ്ചരിക്കുന്നത്, സാമൂഹികമായി പുറകോട്ടാണോ സഞ്ചരിക്കുന്നത് എന്നുകൂടി ചോദിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കേരളം സഞ്ചരിക്കുന്നത് പോലെ അല്ല ഇന്ത്യ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അറുപഴഞ്ചനായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ ധിഷണയെയും ഒക്കെ തന്നെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഞാനൊരു രാഷ്ട്രീയം പറയല്ല കേട്ടോ, കാലഘട്ടത്തിൻ്റെ അവസ്ഥ പറഞ്ഞു, ആതുരത പറഞ്ഞു എന്ന് മാത്രം. കേരളത്തിലും അതില്ലെന്ന് പറഞ്ഞുകൂടാ. കാരണം 3 വയസ്സായ കുട്ടി LKGയിൽ 4 വയസ്സായ കുട്ടി വന്നു ചേരുമ്പോൾ അവൻ്റെ പേരെന്താ? എൻ്റെ പേര് മനോജ് മേനോൻ ആണ് വന്നിരിക്കുന്നത്. പണ്ട് ഞങ്ങളൊക്കെ ഈ മേനോനും നായരും ഒക്കെ വെട്ടിക്കളഞ്ഞവരാണ്. അവനവൻ്റെ ജാതി പറയുക എന്നുള്ളത് അഭിമാനമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് കേരളം മാറിയത് നല്ലതോ ചീത്തയോ എന്ന് ആത്മപരിശോധന ചെയ്യണം. ജാതിയിലും മതത്തിലുമൊക്കെ ഇത്രയേറെ പ്രാധാന്യമുണ്ടോ? എൻ്റെ വിശ്വാസം, ഞാനും ദൈവവുമായിട്ടുള്ള എൻ്റെ പ്രണയം, ഞാനും ദൈവവുമായിട്ടുള്ളൊരു രഹസ്യധാരണ ഉണ്ടല്ലോ, എന്നെ നോക്കിക്കോളാം, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തോളാം, അതാണ്, വേറെ ഒരു ധാരണയും വേണ്ട കേട്ടോ. ചില സനാതനമായിട്ടുള്ള മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു കൊള്ളാം. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ട് ഞാൻ സംരക്ഷിക്കപ്പെടുമെന്നുള്ള വിശ്വാസം, അതാണല്ലോ മതപരമായിട്ടുള്ള ആത്മീയതയുടെ കാതലെന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും പറയുന്ന ഒരുപാട് ആശയങ്ങൾ ജീവിതത്തിൻ്റെ വിശുദ്ധി നിലനിർത്താനുള്ളതാണ്. ആ വിശുദ്ധി ഞാൻ നിലനിർത്തിക്കൊള്ളാം, എന്നെ തമ്പുരാൻ കാത്തുകൊള്ളണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ആത്മീയതയുണ്ടോ? ആ ഒരു ആത്മീയത വച്ചിട്ട് എന്നെയും എൻ്റെ അടുത്തിരിക്കുന്നവനെയും തമ്മിൽ വേർതിരിക്കുന്നത് എന്തിനാണ്? അത്തരത്തിലുള്ള വേർതിരിവുകൾ ഈ നവോത്ഥാന കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ എന്ന് ചിന്തിക്കാൻ ഈ കേരള പിറവി ദിവസം നമ്മൾ മാറ്റിവെക്കണം. ഒരു 25 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മളുടെ മനസ്സിൻ്റെ വിശുദ്ധി കഴിഞ്ഞ കുറേ കാലമായി നഷ്ടപ്പെട്ടു പോയോ? നമുക്കും നമ്മളറിയാതെ തന്നെ നമ്മുടെ ഇടയിലും, പണ്ട് വയലാർ പറഞ്ഞതുപോലെ പുരോഹിതന്മാർ കന്മതിൽ കെട്ടി ഉയർത്തി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലും മതിലുകൾ ഉയർന്നു എന്നൊക്കെ ആത്മപരിശോധന ചെയ്യാൻ കൂടി ഈ നവംബർ 1 ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ ഈ പുതിയ കേരളത്തെ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും ഈ പറഞ്ഞ പോലെ അയ്യങ്കാളിയും വൈകയിലപ്പച്ചനും മറ്റനേക സഹോദരൻ അയ്യപ്പനും തുടങ്ങി കേളപ്പജിയും ഒക്കെ ചേർന്ന് ഒരു വലിയ അനേകം ധിഷണാശാലികൾ, തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരു എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, വാഗ്ഭടാനന്ദനുണ്ട്, എത്ര പേര്. എന്തുകൊണ്ടാണ് ഇവരെല്ലാം മാറ്റങ്ങളോട് ഇത്രയേറെ പൊരുത്തപ്പെട്ടത്, അല്ലെങ്കിൽ മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞത്? അന്ന് മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ തലപോകുന്ന കാലമാണെന്ന് കൂടി ആലോചിക്കണം.
ജനാധിപത്യപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതിരുന്ന സമയത്ത് ഭരണഘടന അന്നില്ല. ഭരണഘടന വന്ന് നമ്മളൊക്കെ ആർട്ടിക്കിൾ 19 എന്നും 14 എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ്? ഇപ്പോഴല്ലേ? ശ്രീനാരായണ ഗുരുവിൻ്റെയും മറ്റുള്ളവരുടെയും ഒക്കെ കാലഘട്ടത്തിൽ ഒരു ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണയും ഇല്ലാതിരുന്ന കാലത്താണ് ഇവിടെ ഒരു ജാതി ഒരു മതം മതി എന്ന് പറയുന്നത്. ഒരു ജാതിയെ ഒരു മതമേ ഉള്ളൂ, മനുഷ്യജാതിയേ ഉള്ളൂ എന്ന് പറയുന്നത് യാതൊരു സംരക്ഷണയും ഇല്ലാതിരുന്ന കാലത്താണ്. അന്നത്തെ ഭരണാധികാരികളായിട്ടുള്ള രാജാക്കന്മാർ അങ്ങനെ പുരോഗമനം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്നൊക്കെ വിചാരിക്കാൻ മാത്രമുള്ള എൻലൈറ്റൻമെൻ്റ് ഉള്ളവരും ആയിരുന്നില്ല. അവരെല്ലാം മതപരമായ യാഥാസ്ഥിതികർ തന്നെ ആയിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം. ആ ഒരു സമയത്താണ് പറയുന്നത് ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല, ഒരു ജാതി ഒരു മതമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു വിചാരത്തിലേക്ക് നമ്മളെ ഉണർത്തിയെങ്കിൽ ആ ഒരു ആത്മീയ ധീരതയുടെ മുമ്പിൽ നമ്മളിപ്പോൾ നമിക്കണ്ടേ? അന്ന് നിലവിലിരുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവണം, യഥാർത്ഥമായി അവിടെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാവണം എന്ന ആ വിചാരത്തിൻ്റെ ചൈതന്യമാണ് കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ ഒറ്റ ബ്രഷ് കൊണ്ട് നമ്മൾ അടിക്കുന്നത്. പല പല മേഖലകളിൽ നിലവിലിരുന്ന പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ പഴഞ്ചൻ ചിന്തകളെ മാറ്റാനുള്ള ഒരു ആർജവം എനിക്കുണ്ടാവണം എന്ന ആശയത്തിന് കിട്ടിയ അംഗീകാരമാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ എനിക്കറിയാം, താണജാതി എന്ന് നമ്മൾ പറയുന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ജോലിക്ക് വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിലെടുത്ത് ചോറുണ്ണുമ്പോൾ ഇവർക്ക് നിലത്ത് കുഴികുത്തി ഇലയിട്ട് കഞ്ഞിയെ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ വല്ല തോരനോ അവിയലോ കഴിച്ചാൽ കൊടുക്കാൻ പാടില്ല, അവർക്ക് പുഴുക്കും കഞ്ഞിയെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ കൊച്ചിലൊക്കെ വീട്ടിൽ അത്യാവശ്യം എൻ്റെ കൊച്ച് ചായക്കോപ്പയിലോ കൊടുങ്കാറ്റെന്ന് പറഞ്ഞ പോലെ അമ്മയോടൊക്കെ വഴക്കുണ്ടാക്കുന്നത് അവർക്ക് ചോറുണ്ടാക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേരളത്തെ കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിപ്പിച്ചതാരാണ്? നമ്മളിപ്പോൾ പിന്തുടരുന്ന രീതികളൊക്കെ തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് പറയാൻ ഒരാത്മീയാചാര്യൻ ഉണ്ടായതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ചൈതന്യ വെളിച്ചമെന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ പിന്നാലെ എത്രയേറെ ശബ്ദങ്ങളുണ്ടായി, രാഷ്ട്രീയമായി ഉണർവുണ്ടായി. ദേശീയ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയെടുത്തതാണ്, നമ്മൾ സൃഷ്ടിച്ചെടുത്തതാണ് നമ്മൾ കിനാവ് കണ്ട ഒരാധുനിക കേരളം. ഇത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് കേരളത്തിൻ്റെ ഈ ഒരു പുരോഗമന മനസ്സ്. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് കേരളത്തിൻ്റെ പുരോഗമന മനസ്സ്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിച്ചോളൂ, അത് എൻ്റെ വിഷയമല്ല. പക്ഷേ മനുഷ്യൻ്റെ പുരോഗതിയിലും മനുഷ്യൻ്റെ ഏകതയിലും മനുഷ്യൻ്റെ സമാനതയിലുമൊക്കെ മനുഷ്യൻ്റെ വളർച്ചയിലും ഉത്കർഷയിലുമൊക്കെ ഒരേപോലെ താല്പര്യമുള്ള മനുഷ്യസ്നേഹം കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു സാമൂഹ്യ വീക്ഷണമാണ് കേരളത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ ഞാൻ ഇടതോ വലതോ ഒന്നും പറയുകയല്ല. ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും അങ്ങനെ തന്നെ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒരു വലിയ പ്രഖ്യാപനം നടക്കുകയാണല്ലോ, കേരളത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതിദാരിദ്ര്യരില്ല. അതിനെപ്പറ്റിയൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഒരു ഭരണകൂടത്തിന് ഇതുവരെയുള്ള ക്ഷേമപ്രവർത്തനങ്ങളുടെ പ്രകാശം എത്താത്ത സ്ഥലങ്ങളിൽ ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഉയർത്തിയെടുക്കണ്ടേ എന്നൊരു ചോദ്യം ചോദിക്കാൻ ഒരു ഭരണകൂടത്തിന് തോന്നിയത് മാനവികത കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു പൊതുബോധം നമ്മളെല്ലാവരെയും നയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതൊരു മറ്റൊരു സംസ്ഥാനത്ത് ഈ അതിദരിദ്രരെ കണ്ടെത്തുക എന്ന ഒരു ആശയം പോലും അവിടുത്തെ ഒരു നേതാവിനോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ കർമാർജിതമായിട്ടുള്ള കുഴപ്പം കൊണ്ട് സാധുക്കളായി ജനിച്ചു, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്ന കർമ്മസിദ്ധാന്തത്തിലൂന്നിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഉദാസീനതയാൽ നയിക്കപ്പെടുകയാണ് ഭാരതത്തിൻ്റെ ഭൂരിഭാഗം ജനങ്ങളും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാനീ സഞ്ചരിക്കുന്ന ആളാണ്. കഴിഞ്ഞ മാസം ഞാൻ ബീഹാറിൽ പോയി, പല സംസ്ഥാനത്തിലും പോയി, ഗുജറാത്തിൽ പോയി, പലയിടത്തും പോയി. അവിടെയൊന്നും സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നി. സാമ്പത്തികമായ മാറ്റങ്ങളുണ്ട്, നമ്മളെക്കാളും വലിയ റോഡുകളും നമ്മളെക്കാളും വലിയ വ്യവസായങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ സാമൂഹികമായി മനുഷ്യരൊന്നാണ് എന്ന് വിചാരിക്കുന്ന, എല്ലാ മനുഷ്യരും നമ്മളെപ്പോലെ നന്നാവണം എന്ന് വിചാരിക്കുന്ന സമഭാവന നിർഭാഗ്യവശാൽ ഇന്ന് ഭാരതത്തിൽ ഞാനെങ്ങും കാണുന്നില്ല. നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്നവർക്കറിയാലോ, ദ റിച്ച് ഗെറ്റിംഗ് റിച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ധനികൻ കൂടുതൽ ധനാഢ്യനാവുന്നു. അതിൻ്റെ മറുവശം എന്താണ്? സാധുക്കൾ കൂടുതൽ സാധുക്കളാകും. കേരളത്തിൻ്റെ മനസ്സിന് ഇത് യോജിക്കുകയില്ല. ധനസമ്പാദനത്തിനും ആരും തെറ്റ് പറയുന്നില്ല. പക്ഷേ എല്ലാവരും മുമ്പോട്ട് പോകണം. എന്താണ് സംഘചത്വം സമ്പദത്വം എന്നൊക്കെ ഋഗ്വേദത്തിൽ പറഞ്ഞു. നമുക്ക് ഒന്നിച്ച് നടക്കാം, നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്ന് പറയുന്ന ആശയത്തിന്
കേരളത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു പ്രതിഷ്ഠ, അതാണ് നവകേരളം. പഴയ കേരളത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ മാറുന്ന ലോകത്ത്, മാറുന്ന സാങ്കേതിക വിദ്യയുടെയും ഒക്കെ കാലഘട്ടത്തിൽ എന്തെല്ലാം പുതുമകളെ നമ്മൾ സ്വാംശീകരിക്കുമ്പോഴും, എത്ര പുതിയ മനുഷ്യരായി നമ്മൾ ജീവിക്കുമ്പോഴും, 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മോസ്റ്റ് അവെയറായിട്ടുള്ള സിറ്റിസണായിട്ട് ജീവിക്കുമ്പോഴും നമ്മളിലെ കേരളീയത എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉടുക്കുന്ന വസ്ത്രം കൊണ്ട് മാത്രം നിർവചിക്കപ്പെടുന്നതല്ല എന്നും, അതാണ് എനിക്ക് പറയാനുള്ളൊരു പോയിന്റ്. നമ്മുടെ കേരളീയത എന്നത്, മാറാത്ത നമ്മുടെ കേരളീയത എന്നത് നമ്മുടെ പുരോഗതിയിലുള്ള വിശ്വാസം കൊണ്ടും ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഉള്ള ഒരു പുരോഗമന ഇച്ഛ കൊണ്ടും നിർവചിക്കപ്പെട്ടതാണ്. നമ്മൾ നന്നാവണം, സകല മനുഷ്യരും നമ്മളോടൊപ്പം നന്നാവുകയും വേണം എന്ന ഒരു പ്രാർത്ഥനയാൽ നിർമ്മിക്കപ്പെട്ടതാകട്ടെ നമ്മുടെ പുരോഗമന മനസ്സ്. ആ പുരോഗമന മനസ്സിന് ഊനം തട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ് ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഇവിടെ കൊല്ലക്കടയിൽ സൂചിപ്പിക്കും പോലെയാണ് ഇവിടെ മലയാള ഭാഷയെപ്പറ്റി പറയുന്നത്. കാരണം നിങ്ങളാണ് മറ്റെല്ലാവരും മലയാളത്തെപ്പറ്റി മറന്ന സമയത്തും മലയാളത്തിൽ വൈജ്ഞാനിക സാഹിത്യം നിലനിർത്താമെന്ന് പറഞ്ഞ് മുന്നേറുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ഞാൻ മലയാള ഭാഷയുടെ പ്രാധാന്യത്തെപ്പറ്റി പ്രസംഗിക്കുന്നത് ഇയാൾക്ക് വയസ്സായോ എന്നൊക്കെ നിങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ മാത്രമേ പ്രേരിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാനും മലയാള സർവകലാശാല സ്ഥാപിച്ച് മലയാളത്തെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുള്ള ആളാണ്. നിങ്ങളോടത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. മലയാള സർവകലാശാലയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിലുള്ള ഒരു ബന്ധത്തെപ്പറ്റി കൂടി പറഞ്ഞ് ഞാൻ വേദി ഒഴിഞ്ഞ് 11 മണിക്ക് കവികൾക്ക് ഇടം ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ്. അതെന്തെന്ന് ചോദിച്ചാൽ, മലയാള സർവകലാശാല സ്ഥാപിച്ചപ്പോൾ ഇതെന്തിനാണ് എന്ന് പലർക്കും മനസ്സിലായില്ല. പലരും ധരിച്ചത് ഇത് മലയാളം MA പഠിപ്പിക്കാനുള്ള ഒരു സൂത്രമാണെന്നാണ്. അപ്പോൾ മലയാളം MA പഠിപ്പിക്കാൻ ഒരു പുതിയ സർവകലാശാലയുടെ ആവശ്യമില്ല. ഇവിടെ എല്ലാ കോളേജിലും ഉണ്ട് മലയാളം MA. മലയാള സർവകലാശാലയുടെ ഉദ്ദേശം ഏത് വിഷയവും, ഏതൊരു വൈജ്ഞാനിക ശാഖയും, അത് ശാസ്ത്രമാവാം, മാനവിക വിഷയങ്ങളാവാം, സാമൂഹ്യ ശാസ്ത്രം എന്തുമാവാം, അതെല്ലാം തന്നെ മലയാളം എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ പഠിക്കാൻ സാധിക്കും. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരൊറ്റ ആശയത്തിൻ്റെ സാക്ഷാത്കാരമാണ് മലയാള സർവകലാശാല. അപ്പോൾ പലരും ചോദിച്ചു അതൊക്കെ സാധിക്കുമോ? അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് എക്കണോമിക്സ് മലയാളത്തിൽ എങ്ങനെ പഠിക്കും? എക്കണോമിക്സ് മലയാളത്തിൽ എങ്ങനെ പഠിക്കും? ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നൊക്കെ ഉള്ളത് മലയാളത്തിൽ എങ്ങനെയാക്കും? എക്കണോമിക്സിലേക്ക് വളരെ സങ്കീർണമായിട്ടുള്ള ചില പദങ്ങളും ഒക്കെ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. മലയാള ഭാഷയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഇംഗ്ലീഷിന് സാധിക്കുമെങ്കിൽ മലയാളത്തിന് സാധിക്കും. ഇംഗ്ലീഷിന് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, അവർക്ക് സാധിക്കില്ല എന്ന് തോന്നിയ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അതിൻ്റെ മെയ്വഴക്കം ഉണ്ടായത്. നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇരുട്ടത്ത് കയറിയിരുന്നാൽ നമ്മുടെ മസിൽസ് എല്ലാം തകർന്ന് നമ്മളവിടെ ഇരുന്ന് ചുരുങ്ങും. കോവിഡ് കാലത്ത് അങ്ങനെയാണല്ലോ ഒരുപാട് പേർക്ക് അസുഖം പിടിച്ചു. കാരണം എങ്ങും പോകുന്നില്ല എന്ന് പറയുന്ന പോലെ മലയാള ഭാഷ ഒരു ഇരുട്ടത്തിരുത്തി ഇതിനെക്കൊണ്ട് ഫിസിക്സും കെമിസ്ട്രി ഒന്നും പഠിപ്പിക്കാൻ പറ്റുകയില്ല കേട്ടോ, ഇത് ശീലാവധി മലയാളമാണ്, ഏറി വന്നാൽ മലയാള സാഹിത്യം പഠിപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമ്മുടെ മലയാളം ശുഷ്കിക്കും, ജീർണിക്കും. അതല്ല, ഇതിനെന്തും സാധിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ സാധിപ്പിച്ചെടുക്കും എന്ന് പറയുകയാണെങ്കിൽ മലയാള ഭാഷയിൽ നിങ്ങൾക്ക് അസ്ട്രോഫിസിക്സോ എന്ത് വേണോ പഠിപ്പിക്കാം. അങ്ങനെയാണല്ലോ ജർമ്മൻ ഭാഷയിലും ഫ്രഞ്ച് ഭാഷയിലും ജപ്പാൻ ഭാഷയിലും റഷ്യൻ ഭാഷയിലും ചൈനീസ് ഭാഷയിലും ഒക്കെ അവർ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു, ഗവേഷണം നടത്തുന്നു, വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നു, എല്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെയല്ലാതെ ഒരു പഠിപ്പില്ല. ജർമ്മനിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പോകണമെങ്കിൽ ഫ്രീ ആണ്, ഹയർ എഡ്യൂക്കേഷൻ. പക്ഷേ ജർമ്മൻ ഭാഷ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. അവരോട് അന്തം വിട്ട് ജർമ്മൻ പഠിക്കുകയാണ്. വഴുതക്കാട്ടൊക്കെ പോയാൽ മുക്കിന് പണ്ട് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിക്കുന്നതിൽ ഇപ്പോൾ ജർമ്മൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇവിടെ നിൽക്കില്ല. അവിടെ പോയേ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ പറ്റില്ല. ഞങ്ങൾക്ക് ജർമ്മനി തന്നെ പോയി കഷ്ടപ്പെടണം. പൊക്കോ, നല്ല കാര്യമാണ്, നല്ല രാജ്യമാണ്. പക്ഷേ ജർമ്മനിലേ പഠിക്കാൻ പറ്റൂ എന്ന് ജർമ്മൻകാർക്ക് പറയാമെങ്കിൽ, ഫ്രഞ്ചിലേ ഇവിടെ പഠിപ്പ് ഉള്ളൂ എന്ന് ഫ്രഞ്ചിന് പറയാമെങ്കിൽ, ഇന്ത്യയിലെ ഭാഷകൾക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? സാധിക്കാത്തത് രാഷ്ട്രീയമാണ്. കാരണം ഒരു കൊളോണിയൽ രാജ്യമായിരുന്ന ഇന്ത്യയിൽ ഇത്രയും ഭാഷകളുണ്ട്. ഈ ഭാഷകളൊന്നും കൊള്ളില്ല എന്നും ഇവന്മാരുടെ ഭാഷയിലൊന്നും സാധിക്കില്ല എന്നും പറയുക എന്നുള്ളതാണ് ഒരു കൊളോണിയൽ ഭരണകർത്താവിൻ്റെ ജോലി. ഇംഗ്ലീഷുകാരന് ഇവിടെ വന്ന് മലയാളം ഗംഭീരമാണ് എന്നിട്ട് ചിലരൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് വിദേശത്ത് വന്ന പാതിരികളൊക്കെ, അർണോസ് പാതിരി ആയാലും ഗുണ്ടർട്ടായാലും ഒക്കെ തന്നെ, ബെഞ്ചമിൻ ബെയ്ലി ആയാലും ഒക്കെ പഠിച്ചെടുത്ത് അവർ തന്നെ വ്യാകരണം ഉണ്ടാക്കി, ഡിക്ഷണറി ഉണ്ടാക്കി ഒക്കെ ചെയ്തില്ലേ? അങ്ങനെ ഒറ്റപ്പെട്ട മനുഷ്യരുണ്ട്. പക്ഷേ കൊളോണിയലിസം എന്ന് പറയുന്ന രാഷ്ട്രീയ മീമാംസയ്ക്ക്
നിങ്ങളുടെ ഭാഷ ഗംഭീരമാണ്, ഞങ്ങളുടെ ഭാഷ ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നവർ പറയില്ലല്ലോ. അവർ പറഞ്ഞ എന്താണ്? ഇംഗ്ലീഷാണ് ദ മോസ്റ്റ് സുപ്രീം ലാംഗ്വേജ് എന്ന് പറയുന്നത്, നിൻ്റെയൊക്കെ ഭാഷ എന്തിനു ഒന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞും പറയാതെയും നമുക്ക് ഒരു അപകർഷബോധം ഉണ്ടാക്കി തരികയും, ഒരു സർവകലാശാല പോലും ഇല്ലാത്ത ഇന്ത്യ രാജ്യം എന്തിനു കൊള്ളാം, ഞങ്ങൾ 3 സർവകലാശാലകൾ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലും സർവകലാശാലകൾ ഉണ്ടായപ്പോൾ അന്നത്തെ നമ്മൾ വിനീത വിധേയർ അന്ന് വിട്ടു. യൂണിവേഴ്സിറ്റി വരുന്നു, വൈസ് ചാൻസലർ വരുന്നു, വേണ്ട ബഹളം, BA കാരനുണ്ടാവുന്നു, MA കാരനുണ്ടാവുന്നു. അതുവരെ സ്കൂളുകളിലും മറ്റേ സംസ്കൃത വിദ്യാഭ്യാസമൊക്കെ നടത്തിക്കൊണ്ടിരുന്നവർക്ക് ഇത് താനാ ഭൂലോകം എന്ന് തോന്നിയതുപോലെ യൂണിവേഴ്സിറ്റികൾ വന്നു. എന്നാൽ 47 ഇംഗ്ലീഷുകാരെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? അപ്പോഴും ഈ ഇംഗ്ലീഷിനോടുള്ള അതിരേകം, ആ ഒരു വിനീത വിധേയത്വം മാറിയില്ല. ഇംഗ്ലീഷിൽ മാത്രമേ ഹയർ എഡ്യൂക്കേഷൻ സാധ്യമാവൂ എന്ന വിചാരധാര ഇപ്പോഴും പ്രബലമാണ് കേരളത്തിൽ പോലും. അവിടെയാണ് മലയാള സർവകലാശാലയുടെ രാഷ്ട്രീയ പ്രസക്തി. അവിടെയാണ് അതിനു മുമ്പേ പറഞ്ഞ പക്ഷിയെപ്പോലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനും എത്രയോ പതിറ്റാണ്ടിന് മുമ്പ് മലയാളത്തിൽ വൈജ്ഞാനിക സാഹിത്യത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത്. NV കൃഷ്ണവാര്യരെ പോലെ ഒരു ഉജ്ജ്വലനായിട്ടുള്ളൊരു പ്രതിഭാശാലി ഇതിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ മലയാളത്തിൽ ഇന്ന് വാസ്തവത്തിൽ നിങ്ങളിറക്കുന്ന ഗ്ലോസറിയൊക്കെ തന്നെ വെച്ചിട്ട് ഇവിടെ ഒരു കാര്യവും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ജ്ഞാനകൈരളി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് മനസ്സ് വേണം, ഇതൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കുകയും എൻ്റെ ഭാഷയ്ക്ക് ഇതിലൊക്കെ സാധിക്കുമെന്നുള്ളൊരു ആത്മാഭിമാനം നമ്മളിലുണ്ടാകണം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവർക്ക് മാത്രം പോരാ. മലയാള സർവകലാശാലയിൽ ഇപ്പോൾ പരിസ്ഥിതി പഠനം നടക്കുന്നു, സോഷ്യോളജി നടക്കുന്നു, ചരിത്രം പഠിക്കുന്നു, ചലച്ചിത്ര പഠനം പഠിക്കുന്നു, മാധ്യമ പഠനം നടക്കുന്നു. ഇതൊക്കെ മലയാളത്തിലാണ് നടക്കുന്നത്. ആ കുട്ടികൾക്കൊക്കെ ജോലിയും കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം മലയാളം പത്രങ്ങളിൽ പ്രവർത്തിക്കേണ്ട ജേർണലിസ്റ്റുകളെ പഠിപ്പിക്കുന്ന ജേർണലിസ്റ്റ് സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും ഇംഗ്ലീഷിലാണ് BJ അല്ലെങ്കിൽ MJ നടത്തി കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഈ കേരളത്തിലുണ്ട്. അവിടെയാണ് മലയാളത്തിൽ ജേർണലിസം പഠിച്ചോ മലയാളം ന്യൂസ് പേപ്പറിൽ കയറിക്കോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേണമെങ്കിലും പഠിപ്പിക്കാം, പക്ഷെ അത് വേറെ കാര്യം. മലയാളത്തിനെ കൊണ്ട് ഇതെല്ലാം സാധിക്കും എന്ന് ആദ്യം പറഞ്ഞത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പിന്നീട് മലയാള സർവകലാശാല പറയും. നിങ്ങൾ മലയാള സർവകലാശാലയുമായി പുതിയ ചില ബന്ധങ്ങൾ ഉണ്ടാവണമെന്നുകൂടി പിന്നെ ഡോക്ടർ സത്യൻ ഉണ്ടെങ്കിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വിഷയങ്ങൾ മലയാള സർവകലാശാലയിൽ മാത്രമല്ല മറ്റു സർവകലാശാലകളിലും മലയാളത്തിൻ്റെ ബാച്ചുകൾ തുടങ്ങാവുന്നതേ ഉള്ളൂ. മലയാളത്തിൻ്റെ ബാച്ചുകൾ തുടങ്ങുമ്പോൾ അവർക്ക് വേണ്ട വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ പുസ്തകങ്ങളുടെ നിർമ്മിതിയിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വമേധയാ മുമ്പോട്ട് വന്ന് അവർക്ക് വേണ്ട വൈജ്ഞാനികമായ പിന്തുണ കൊടുക്കണം. MOU ഒപ്പിട്ടോ, ഇവരുമായിട്ട് ഒപ്പിട്ട്, നമ്മുടെ എൻസൈക്ലോപീഡിയ ആയിട്ട് ഒപ്പിട്ട് 2-3 പുസ്തകങ്ങളൊക്കെ വന്നു. ഇത് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് അവർ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ ആശയദാരിദ്ര്യം, പുസ്തക ദാരിദ്ര്യമുണ്ട് എന്നുള്ള കരച്ചിലിന് ഇനി ഇവിടെ അർത്ഥമുണ്ടാക്കാൻ പാടില്ല. അവിടെയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ അതായത് മലയാളത്തിലെ ഒരു വിഷയം പഠിപ്പിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ഉള്ള ഗവേഷണാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഇവിടെ നിന്നുണ്ടാവണം. പരിഭാഷകളായാലും തിരക്കേടൊന്നുമില്ല, ക്ലാസിക് ടെക്സ്റ്റുകൾ പരിഭാഷപ്പെടുത്തിയാലും തിരക്കേടൊന്നുമില്ല. എന്തായാലും മലയാളത്തിൽ ഇതൊക്കെ സാധിക്കും. എനിക്കുറപ്പുണ്ട് അടുത്തൊരു 10-30 വർഷത്തിനുള്ളിൽ ഏറ്റവും വലിയ വൈജ്ഞാനികമായിട്ടുള്ള അറിവുകളൊക്കെ തന്നെ മലയാളത്തിൽ പഠിക്കാനും പഠിപ്പിക്കാനും ഗവേഷണം ചെയ്യാനും സാധിക്കും. അങ്ങനെ അവനവൻ്റെ ഭാഷയിൽ ഗവേഷണം ചെയ്യുമ്പോൾ മാത്രമേ ലോകത്തിന് ഇതുവരെ കിട്ടാത്ത അറിവിൻ്റെ വെളിച്ചം കിട്ടുകയുള്ളൂ. നിങ്ങൾ നോബൽ സമ്മാനം കിട്ടുന്നവരെ പറ്റി ഇങ്ങനെ നമ്മൾ ഒക്ടോബറിലൊക്കെ വായിക്കുമല്ലോ. ആർക്കാണ് ഈ നോബൽ സമ്മാനം കിട്ടുന്നത്? സ്വാധീനമുള്ളവനാണോ? അല്ല. അതൊക്കെ വളരെ കൃത്യമാണ്. ടു എക്സ്പാൻഡ് ദ ഹൊറൈസൺസ് ഓഫ് നോളജ്. മനുഷ്യൻ്റെ അറിവിൻ്റെ ചക്രവാളങ്ങളെ മനുഷ്യന് ഗുണകരമായ രീതിയിൽ വികസിപ്പിച്ചെടുക്കുന്നവർക്കാണ് നോബൽ സമ്മാനം. അത് എക്കണോമിക്സ് ആയാലും ശരി, ഫിസിക്സിലായാലും ശരി, കെമിസ്ട്രിയിലായാലും ശരി, മെഡിസിനിലായാലും ശരി, ഒക്കെ തന്നെ മനുഷ്യൻ്റെ അറിവിൻ്റെ ചക്രവാളത്തെ വികസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള സാധനങ്ങൾ എടുത്തു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒരു ഗവേഷണം ചെയ്ത് ഒരു PhD എടുക്കുന്ന PhD-കാർക്കല്ല നോബൽ സമ്മാനം. പിന്നെയോ മനുഷ്യരാശിക്ക് ഗുണമുള്ള പുതിയ ആശയങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരൂ, അവരെ ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറയുന്ന, ഇപ്പോൾ തന്നെ ബോഡിയുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പറ്റിയാണ് പുതിയ വൈദ്യശാസ്ത്രത്തിലെ ഗവേഷണം. എന്തുകൊണ്ട് ബോഡി തന്നെ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ബോഡി ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് ഡാമേജിങ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ഇടയിൽ നടക്കാത്തത്? എൻ്റെ ഒരു സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഉത്തരം ഒരു പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കണം. അവനവൻ്റെ ഭാഷയിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾക്ക് ഒരു മൗലികതയും
ഒരു പ്രസക്തിയും ഒരു ഇൻ്റലക്ച്വൽ ഒഡാസിറ്റി എന്ന് നമ്മൾ പറയുമല്ലോ, ഇതുവരെ ആരും ചോദിക്കാൻ ധൈര്യപ്പെടാതിരുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു ഗവേഷണ മേഖലയിലേക്ക് എടുത്തു ചാടണമെങ്കിൽ അത് അവനവൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളോട് അത്രമാത്രം പൊരുത്തപ്പെട്ട വിഷയങ്ങളും അവൻ്റെ ധിഷണയെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി അക്കാദമികമായ ഗവേഷണങ്ങളെ മാറ്റുകയും ചെയ്യണമെങ്കിൽ അവനവൻ്റെ ഭാഷയിലൂടെ അറിവിൻ്റെ ലോകത്തിലേക്ക് കടക്കണം. അല്ലാതെ ബോറോഡ് ഭാഷയിൽ പോയാൽ ഒരു പരിധി വരെ പോകാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഈ അമേരിക്കക്കാർക്ക് ഇംഗ്ലീഷുകാർക്കൊക്കെ നോബൽ പ്രൈസ് കിട്ടുന്നത്. എന്താണ് കാരണം? ദേ ആർ ഡൂയിങ് റിസർച്ച് ഇൻ ദെയർ മദർ ടങ്. അവൻ്റെ മാതൃഭാഷയിലാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ പോയി പഠിച്ചെടുക്കുകയാണല്ലോ. ജപ്പാനിൽ എന്തുകൊണ്ടാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത്? അവൻ്റെ ഭാഷയിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനവൻ്റെ ഭാഷയിലൂടെ മാത്രമേ ആശയത്തിൻ്റെ അഗാധതയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിലോ നമ്മളൊരു സെക്കൻഡറി ആയിട്ടുള്ള മേഖലയിൽ നിന്ന് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിലുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തി ഒരു PhD വാങ്ങി UGCയോട് പറയും, ഞാനിപ്പോൾ ഡോക്ടറാണ്, എനിക്ക് അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരണം കേട്ടോ എന്ന് പറയുന്ന ഗവേഷണമായി അക്കാദമിക് ഗവേഷണം മാറിയതും ഇംഗ്ലീഷിനോടുള്ള അന്ധമായിട്ടുള്ള ഒരു ആരാധനയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് മലയാള ഭാഷയുടെ വൈജ്ഞാനികമായ വളർച്ചാ പഥത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സേവനങ്ങൾ മഹത്തരമാണ്. എന്നാൽ ഇനി ചെയ്യാൻ അവർക്ക് വേണ്ട പുതിയ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെയും വരാൻ പോകുന്ന കാലത്ത് അറിവിൻ്റെ ഭൂമിശാസ്ത്രമാകെ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും മാൻഡേറ്റിൽ വലിയ മാറ്റങ്ങൾ വരേണ്ട സമയവുമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരു പുസ്തകം, ശാസ്ത്രപുസ്തകം, പ്രത്യേകിച്ച് ശാസ്ത്രപുസ്തകം എന്ന് ഞാൻ പറയും, ശാസ്ത്രത്തിന് വലിയ വികാരമില്ലല്ലോ. വികാരം പരിഭാഷപ്പെടുത്താനേ ഉള്ളൂ AI ബുദ്ധിമുട്ട്. അല്ലാതെ വിചാരം പരിഭാഷപ്പെടുത്താൻ നമ്മുടെ ആരും ആവശ്യമില്ല. ഒരു 1500 പേജുള്ള പുസ്തകം മലയാളത്തിൽ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ കൊണ്ട് ഇംഗ്ലീഷിൽ അല്ല മലയാളത്തിലാക്കി തരും. ഇംഗ്ലീഷ് കൊടുത്താൽ മലയാളത്തിലും ആക്കി തരും. അത് അപ്പോൾ വരാൻ പോകുന്ന അപാരമായ സാധ്യതകളുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ കാലത്ത് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും വലിയ ലാൻഡ് മാർക്ക്. നമ്മൾ ഇവിടുന്ന് പരിഭാഷപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. കവിതയും കഥയിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ മെഷീന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. മെഷീന് ചിരിക്കാനും കരയാനൊന്നും പറ്റില്ല. അങ്ങനെയാണെന്ന് പ്രിറ്റൻഡ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. പ്രേമിക്കാനൊന്നും പറ്റില്ല, വഴക്കുണ്ടാക്കാനും പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ജപ്പാനിലൊക്കെ വയസ്സന്മാർക്ക് പ്രേമിക്കാൻ ആളെ കിട്ടാത്തത് കൊണ്ട് ചില സൈറ്റുകളുണ്ട്, അവിടെ പോയി നമ്മൾ പേര് രജിസ്റ്റർ ചെയ്ത് പൈസ അടച്ചാൽ മതി. എനിക്ക് എത്ര വയസ്സുള്ള ആൾ വേണം, ആളല്ല കേട്ടോ, ബോട്ട്. അപ്പോൾ എനിക്കൊരു 25 ഇയറാണ് എൻ്റെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ 25 ഇയറുള്ള പെണ്ണ് എൻ്റെ ശബ്ദത്തിൽ നമ്മളോട് രാത്രി വയസ്സിനത്തിരി ശൃംഗരിച്ചൊക്കെ കേൾപ്പിച്ചു കൊടുക്കും. ഒരു $10-20 പോകും കേട്ടോ, 1 മണിക്കൂർ ശൃംഗരിച്ചില്ലേ. പിന്നെ കേസില്ല, വഴക്കില്ല, ഒന്നുമില്ല, സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. എന്തൊരു ബുദ്ധിയുള്ളൊരു കാര്യമാണ്. ഇവിടെ പലർക്കും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് ഏടാകൂടങ്ങൾ ഒഴിവായ കേട്ടോ. നിങ്ങളിൽ പലർക്കും സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ വികാരങ്ങളെപ്പോലും ഈ മെഷീൻ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ ഞാൻ എവിടെ വായിച്ചത്, ഗവേഷണം നടക്കുന്നത് എന്താണ്, ആർട്ടിഫിഷ്യൽ മൈൻഡ്. ഇത് ഇൻ്റലിജൻസ് ആണല്ലോ, ദിസ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് സാരമില്ല. ഇനി ആർട്ടിഫിഷ്യൽ മൈൻഡ് വരുന്നു. അവൻ കപടനാണ്, അവൻ കള്ളക്കരച്ചിൽ കരയും, കള്ളമായിട്ട് ചിരിക്കും, കള്ളമായിട്ട് വശീകരിക്കും ഒക്കെ ചെയ്ത് സൂക്ഷിക്കണം. ആർട്ടിഫിഷ്യൽ മൈൻഡാണ്, വേർ എമോഷൻസ് ക്യാൻ ഓൾസോ ബി മാനിപ്പുലേറ്റഡ്. അപ്പോൾ അതുകൊണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിങ്, ആർട്ടിഫിഷ്യൽ മൈൻഡ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ ഭാഷ്യങ്ങൾ ഒക്കെ വരുന്ന കാലത്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് NV കൃഷ്ണവാര്യരിൽ നിന്ന് എത്ര ദൂരം സഞ്ചരിച്ചാലും ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ പരിഭാഷാ പക്വതയും പരിഭാഷാ ജ്ഞാനവുമൊക്കെ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് അനുരൂപമായി മാറ്റിക്കൊണ്ട് പുതിയ ഫ്രോണ്ടിയേഴ്സിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കട്ടെ. കേരളത്തിൻ്റെ ഒരു പരിണാമ പ്രക്രിയയിൽ, കേരളത്തിൻ്റെ യുവാക്കളുടെ ബൗദ്ധികമായിട്ടുള്ള ചക്രവാളത്തിൽ ആ ഒരു പരിണാമ പ്രക്രിയയിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്ത് കൂട്ടേണ്ട കാര്യങ്ങൾ വളരെ വലുതാണ്. ഭാഷയിൽ നിന്ന് അകലുന്നതല്ല പ്രശ്നം. മലയാളം എന്നും നെഞ്ചിലേറ്റിയ വളരെ വലിയ മൂല്യങ്ങളിൽ നിന്ന് അകന്ന് നമ്മളെ വിഴുകിക്കൊണ്ടിരിക്കുന്ന വളരെ 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 ശുഷ്കിച്ച മൂല്യങ്ങളുടെ അടിമകളായി നമ്മൾ മാറാതിരിക്കുക എന്നുള്ളതാണ് കേരളീയൻ എന്നുള്ള, അല്ലെങ്കിൽ കേരളീയ പൗരൻ എന്നുള്ളതിലേക്കുള്ള നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അതാണ് കേരളീയത എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാറുന്ന കാലത്ത് നമ്മൾ മാറണം. മാറുന്ന കാലത്ത് മാറിക്കൊണ്ടേയിരിക്കണം. എന്നാൽ എത്ര മാറുമ്പോഴും മാറാത്തതായ ഒരു
ഇന്നർ കോർ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഇന്നർ കോറിനെ ശക്തിപ്പെടുത്തുകയും മാറ്റമെല്ലാം ബാഹ്യതലത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന മലയാളികളായി നമ്മൾ മാറട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൻ്റെ ബൗദ്ധികമായ ഭൂപടത്തിൽ ഒരു പുതിയ ദീപഗോപുരമായി വീണ്ടും ഉണരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി.